Reflex Tech Valley എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു 2.2 സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഈ ആംപ്ലിഫയറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന HDMI, അതായത് നമുക്ക് ARC ഉപയോഗിച്ച് TV എന്നുള്ള ARC ഉപയോഗിച്ച് കേൾക്കാവുന്ന രീതിയിലുള്ള ഒരു കിറ്റാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. എന്താണെന്നറിയില്ല, ഈ ആംപ്ലിഫയറിനോട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡിൻ്റെ മാച്ചിങ്ങിൻ്റെ ഗുണമാണോ എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ക്വാളിറ്റിയാണ്. അതായത് നമുക്കിത് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റാത്തൊരു ക്വാളിറ്റിയാണ്. കാരണം എന്താ വെച്ചാൽ ഞാനിവിടെ കേൾക്കുന്ന നിങ്ങൾക്കറിയാം, ബോസിൻ്റെ സിസ്റ്റമാണ് എൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തേക്കുന്നത്. അതിനകത്ത് കേൾക്കാറുണ്ട്. ബോസിൻ്റെ അക്കോസ്റ്റിമേറ്റ് ഉണ്ട്, 5.1 ഉണ്ട്. പിന്നെ നമ്മൾ ടവർ ബോക്സ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്, 8 ഇഞ്ച് ഊഫർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒപ്പം കൊടുക്കുന്നതാണ് ഈ 6 ഇഞ്ച് വെച്ചിട്ടുള്ള ഒരു ബുക്ക് ഷെൽഫ്. ഇതിൽ മാത്രമല്ല, നമ്മളിപ്പോൾ സോണിയിലെ ഹൈഫൈ സിസ്റ്റത്തിൻ്റെ ബോക്സിലും കൊടുത്തു നോക്കി. എന്നാൽ ഇതിനുള്ളൊരു ക്വാളിറ്റി പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു ക്വാളിറ്റിയാണ്. ഇത് നിങ്ങളോട് ഈ വീഡിയോ കൂടെ പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇത്ര സന്തോഷത്തോടുകൂടി പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാട്ട് ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിയായ ഒരു ആസ്വദിക്കാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. കാരണം വെച്ചാൽ ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്, ഭയങ്കര ഒരു ക്വാളിറ്റിയാണ്. ഓഡിയോയ്ക്കൊക്കെ മലയാള പാട്ടൊക്കെ ഇടുമ്പോൾ വളരെയധികം ക്വാളിറ്റിയാണ്. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഉപയോഗിച്ചാൽ അതൊക്കെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുള്ള ബോർഡുകളൊക്കെ തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സബിന് വേണ്ടി 2 ബോർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് യൂണിവേഴ്സൽ ഓഡിയോസിൻ്റെ 2 സബ് ആംപ്ലിഫയറാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്റർ NJW സീരീസ് ആണ്, NJW 03, 02, 02, 81. ഇങ്ങനത്തെ 6 ട്രാൻസിസ്റ്ററാണ് ഒരു ബോർഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് 300 വാട്ടാണ് സബിന് വേണ്ടി ലഭിക്കുന്നത്. 300 + 300 ആണ്. ലെഫ്റ്റ് റൈറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പവർട്രിക്കിന്റെ ബോർഡാണ്. അതിലും ഈ സെയിം ട്രാൻസിസ്റ്റർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ കിട്ടുന്നത് നമുക്ക് 100 + 100 ആണ്. 2 ചാനലിന് വേണ്ടി കിട്ടുന്നത് 200 വാട്ട് നമുക്ക് ടോട്ടൽ ലഭിക്കും. അതുകൂടാതെ നമ്മൾ പവർട്രിക്കിന്റെ തന്നെ ഒരു 2.2 സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ സബിന് കുറച്ചും കൂടി ബേസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് GTECHന്റെ ഒരു സബ് പ്രീ, അതായത് സബ്വൂഫർ ഫിൽറ്റർ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ തന്നെ പവർ സപ്ലൈ ബോർഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ രീതിയിലുള്ള പവർ സപ്ലൈ ചെയ്തെടുക്കാൻ രീതിയിലുള്ള പവർ സപ്ലൈ ബോർഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ടൊറോയിഡൽ ട്രാൻസ്ഫോമറാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 2-3 രീതിയിൽ സപ്ലൈ എടുക്കാവുന്ന രീതിയിലാണ് ട്രാൻസ്ഫോമർ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പ്രത്യേകതയായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് Geestarന്റെ ഒരു റിമോട്ട് കിറ്റാണ്. അതിനകത്ത് വരുന്നത് HDMI, ARC, OPTICAL, COAXIAL, അനലോഗ്, ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട്, ഇത്രയൊക്കെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ റിമോട്ട് വരുന്നുണ്ട്. ഈ റിമോട്ടിൽ അതിൻ്റെ ബേസ് ട്രിബിൾ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം, ഇൻപുട്ടുകൾ അഡ്ജസ്റ്റ് ചെയ്യാം. കരോക്കെ നമുക്ക് ഇതിനകത്ത് പാട്ട് പാടാൻ സാധിക്കും. കരോക്കെ, എക്കോ, ഡിലേ ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. മോഡുകളെല്ലാം വരുന്നത് ഇതുപോലെ എല്ലാ മോഡുകളും നമുക്ക് റിമോട്ട് വഴി സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനത്തെ ഒരു കിറ്റാണ് നമ്മൾ HDMI കിറ്റാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ബോക്സ് ഇതിൻ്റെ ഒപ്പം ഉള്ളതല്ല, ആംപ്ലിഫയർ ആണ് നമ്മൾ ഇതിനകത്ത് റിവ്യൂ ചെയ്യുന്നത്. ഈ ബോക്സ് ഇതിൻ്റെ കൂടെ കൊടുക്കാനുള്ളതാണ്. പക്ഷേ നമ്മൾ ഇതിനകത്ത് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബോക്സ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതിനകത്ത് ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇന്റീരിയലും ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. നമ്മൾ ഈ ഭാഗത്ത് തന്നെയാണ് സ്ഥിരം ചെയ്യാറുള്ള. ഒന്നിൽ ലെഫ്റ്റിലോ റൈറ്റിലായിട്ടാണ് നമ്മൾ പവർ സപ്ലൈ ചെയ്യാറ്. ഇതും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നമ്മൾ ടൊറോയിഡൽ ട്രാൻസ്ഫോമറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് സബ്വൂഫറിന് വേണ്ടി 2 ചാനലിന് വേണ്ടി 2 ടൈപ്പ് സപ്ലൈ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സബ്വൂഫറിന് വേണ്ടി എടുത്തിരിക്കുന്നത് 55-0-55 DC വോൾട്ട്, ചാനലിന് വേണ്ടി എടുത്തിരിക്കുന്നത് 35-0-35, പിന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ, സബ് പ്രീ, പിന്നെ ഈ കാർഡിന് വേണ്ടിയുള്ള 12 വോൾട്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രാൻസ്ഫോമർ എടുത്തിരിക്കുന്നത്. ഫാനിന് വേണ്ടി സെപ്പറേറ്റ് ഒരു സപ്ലൈ കൂടി ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുകയാണ് നമ്മുടെ പവർ സപ്ലൈ ബോർഡ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, റിഫ്ലക്സ്. നമ്മൾ ഇങ്ങനെ തന്നെ 2-3 പവർ സപ്ലൈ ബോർഡ് ഉണ്ട്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ സബ്വൂഫറിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് 10,000-ന്റെ 80 വോൾട്ട് 4 കപ്പാസിറ്ററാണ് സബ്വൂഫറിന് കൊടുത്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 സബ്ബാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, 300 + 300. അതുകൊണ്ട് ഇത്തിരി ഫിൽട്രേഷൻ കൂട്ടിയിട്ടുണ്ട്. പിന്നെ കൊടുത്തിരിക്കുന്ന ചാനലിന് 6800-ൽ 50 വോൾട്ട് 2 കപ്പാസിറ്ററാണ്. പിന്നെ സബ് പ്രീക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഡ്യുവൽ സപ്ലൈ എടുത്തിട്ടുണ്ട്, സിംഗിൾ സപ്ലൈ എടുത്തിട്ടുണ്ട്. ഇത് ഫാനിന് വേണ്ടിയിട്ടുള്ള 12 വോൾട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ പവർ സപ്ലൈ വന്നിരിക്കുന്നത്. പിന്നെ ആംപ്ലിഫയർ സെക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ സബ്വൂഫറിൻ്റെ ആംപ്ലിഫയർ. ഇത് യൂണിവേഴ്സലിൻ്റെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 300 + 300 ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. NJW സീരീസ് തന്നെയാണ്. ഇതിലും അത് തന്നെയാണ്, NJW സീരീസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ 6 ഒരു ചാനലിൽ വന്നിരിക്കുക 6 എണ്ണമാണ് ട്രാൻസിസ്റ്റർ വന്നിരിക്കുന്നത്. അങ്ങനെ 300 + 300 ആണ്. പിന്നെ കൊടുത്തിരിക്കുന്നത് പവർട്രിക്കിൻ്റെ സ്റ്റീരിയോ ബോർഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒരു പെയർ നമുക്ക് 100 വാട്ട് വീതമാണ് ലഭിക്കുന്നത്. അങ്ങനെ 100 + 100 ആണ്. 2 ചാനലിന് വേണ്ടി 200 വാട്ട് ലഭിക്കും. ഇത് വന്നിരിക്കുന്നത് പവർട്രിക്കിൻ്റെ തന്നെയാണ്. ഇതിനകത്ത് വലിയ 2 റിലേ കൊടുത്തിരിക്കുന്നത് സബ്വൂഫറിന് വേണ്ടിയും, ചെറിയ 2 റിലേ
ഈ ചാനലിന് വേണ്ടി സ്പീക്കർ പ്രൊട്ടക്ഷൻ ആയിട്ടാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ സബിന് വേണ്ടി കുറച്ചുകൂടി ബേസ് കൂടുതൽ കിട്ടാൻ നമ്മൾ ഈ ഭാഗത്തൊരു സബിൻ്റെ ഫിൽറ്റർ കൂടി GTECHൻ്റെ ഉപയോഗിച്ചിട്ടുണ്ട്. സബ്വൂഫർ പ്രീ ബോർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഈ കൺട്രോളോട് കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് Geestarൻ്റെ HDMI ARC ഒപ്റ്റിക്കൽ കോയാക്സിൽ വരുന്ന ഡിജിറ്റൽ കാർഡാണ് ഈ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ള വയറിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് പോകുന്ന വയറാണ്. ഇത് നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇതുവഴി എടുത്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു ഓഡിയോ ക്വാളിറ്റി തന്നെ തരുന്നുണ്ട്. കാരണം Geestarൻ്റെ നല്ല ഔട്ട്പുട്ടാണ്. ഇതിന് നല്ല ഗെയിനും നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ 2 കൂളിംഗ് ഫാൻ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് സ്പീക്കർ ഔട്ടുകളാണ്. 2 സബിനുള്ള ബനാന സോക്കറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്ലസ് മൈനസ്. ഇത് 2 സ്പീക്കർ ഔട്ട് ലെഫ്റ്റ് റൈറ്റിനുള്ളത് പ്ലസ് മൈനസ്. ഈ ഭാഗത്ത് വന്നിരിക്കുന്നതിൻ്റെ പവർ കേബിൾ കുത്താനുള്ള സോക്കറ്റാണ്. ഇത്രയൊക്കെയാണ് ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പുറകുവശം വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് ഡിജിറ്റൽ ഇൻപുട്ടാണ്. ഈ 3 കാണുന്നത്. ഇത് HDMI ARC ആണ് ഡിജിറ്റൽ ഇൻപുട്ട്. പിന്നെ വരുന്നത് ഒപ്റ്റിക്കലാണ്. പിന്നെ കോയാക്സിൽ ഇത് അനലോഗ് ഇൻപുട്ടാണ്. ഓക്സിലറി ഇൻപുട്ടായിട്ട് റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ 2 നമുക്ക് മൊബൈലിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഡിവൈസിൽ നിന്നൊക്കെ നമുക്ക് ഇൻപുട്ട് അനലോഗ് ഇതുവഴി കൊടുക്കാം. ഇത് TV-യിൽ നിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഡിജിറ്റൽ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് സ്പീക്കർ ഔട്ടുകളാണ്. അതായത് 2 സബിൻ്റെ ഔട്ടാണിത്. സബ് 1 സബ് 2 അതിൻ്റെ പ്ലസ് മൈനസ് അതുപോലെ തന്നെ പ്ലസ് മൈനസ്. ഇത് ലെഫ്റ്റ് റൈറ്റ് 2 ചാനലാണ്. ഇതിലും പ്ലസ് മൈനസ് നമ്മൾ സ്പീക്കർ ഔട്ടുകൾ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലസ് മൈനസ് മാറാതെ തന്നെ കൊടുക്കണം. കാരണം ഇതിൻ്റെ പ്ലസ് മൈനസ് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസ് കുറയും. അതായത് ഒരു ഊഫർ ഫ്രണ്ടിലേക്കും ഒരു ഊഫർ പുറകോട്ടേക്കും തള്ളുന്ന രീതിയിലാവും. കറക്റ്റ് പ്ലസ് മൈനസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ് നല്ല കറക്റ്റായിട്ട് ബേസ് ലഭിക്കും. പിന്നെ കൊടുത്തിരിക്കുന്നത് നമ്മളൊരു 3-പിൻ സോക്കറ്റാണ്. നല്ല രീതിയിലുള്ള ഒരു 3-പിൻ സോക്കറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇൻബിൽറ്റ് ഫ്യൂസോട് കൂടി തന്നെയാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്തെന്ന് പറയുന്ന ഒരു 3-പിൻ AC കോഡാണ് കൊടുക്കുന്നത്. നല്ലൊരു AC കോഡാണ് നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത്. ഇത്രയൊക്കെയാണ് ആംപ്ലിഫയറിൻ്റെ പുറകുവശം വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ മുൻവശം. നമ്മൾ ഫുൾ അക്രിലിക് പാനൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഗ്ലോസി ടൈപ്പ് ഗ്ലാസ് ടൈപ്പിലാണ്. നമ്മൾ ഉള്ളിലെ ഡിസ്പ്ലേ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലോസിയിൽ ചെയ്തിരിക്കുന്നത്. കാരണം ഗ്ലാസ് ആണിത്. പിന്നെ വന്നിരിക്കുന്ന ഒരു മാറ്റ് ഫിനിഷിലാണ്. ഇത് ബ്ലാക്ക് തന്നെയാണ്, ആഷ് അല്ല, ശരിക്കും ബ്ലാക്ക് തന്നെയാണ്. ഇത് ഗ്ലാസ് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ 2 ടോണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഭാഗത്ത് ഇതിൻ്റെ എൻകോഡറാണ്. ഇതിൽ പ്രത്യേകമാണെങ്കിൽ നമുക്ക് ഇൻപുട്ടുകളൊക്കെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വോളിയം ഇതിനകത്ത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ആയിട്ട് സാധിക്കും. പിന്നെ വന്നിരിക്കുന്നത് എൽകോമിൻ്റെ ഒരു പവർ ഓൺ സ്വിച്ചാണ്. നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുള്ള പവർ ഓൺ സ്വിച്ചാണ് വന്നിരിക്കുന്നത്. പിന്നെ Geestarൻ്റെ ആണ് ഈ കിറ്റ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് മോഡ് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പാട്ട് നെക്സ്റ്റ് ചെയ്യാൻ പോസ് പ്ലേ ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. USB ഇതിനകത്ത് നമുക്ക് കുത്താനുള്ള സൗകര്യമുണ്ട്. ഡയറക്റ്റ് USB തന്നെ കണക്ട് ചെയ്യാം. പിന്നെ കൊടുത്തിരിക്കുന്നത് ഡിസ്പ്ലേയിൽ എല്ലാം എഴുതി കാണിക്കും. ഇപ്പോൾ ഓക്സിൽ ഇട്ടാണ് കാരണം കൊണ്ടാണ് നമ്മൾ ഓക്സിൽ എഴുതി കാണിക്കുന്നത്. ബ്ലൂടൂത്ത് ആണെങ്കിൽ ബ്ലൂടൂത്ത്, FM ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ലഭിക്കും. ഇതിനകത്ത് വരുന്നത് FM വരുന്നുണ്ട്, ഓക്സ് വരുന്നുണ്ട്, ബ്ലൂടൂത്ത്, പെൻ ഡ്രൈവ്, അതുപോലെ തന്നെ മിക്സർ യൂണിറ്റ് വരുന്നുണ്ട്. കരോക്കെ പാടാൻ സാധിക്കും. ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ സബ്വൂഫറിൻ്റെ ഓളിയാണ്. നമുക്ക് പെട്ടെന്ന് സബ്വൂഫറിൻ്റെ ഓളി എത്രത്തോളം വേണ്ടി വെക്കുന്ന രീതിയിൽ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കൺട്രോൾ ഡയറക്റ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 മൈക്ക് കുത്താനുള്ള സ്ലോട്ടാണ്. മൈക്ക് 1 മൈക്ക് 2. പിന്നെ നമ്മുടെ റിഫ്ലെക്സ് എന്നുള്ള ലോഗോ കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ വന്നിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് ഇതിൻ്റെ റിമോട്ടാണ്. ഈ റിമോട്ടിൽ ഈ പവർ ഓൺ സ്വിച്ച് എന്ന് പറയുന്നത് നമുക്ക് ഇത് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്പ്ലേ മാത്രമാണ് ഓഫ് ആവുന്നത്. ആംപ്ലിഫയർ യൂണിറ്റ് മൊത്തം ഓഫ് ആവില്ല. പിന്നെ നമുക്ക് മ്യൂട്ട് ചെയ്യാനുള്ളൊരു ബട്ടണാണ് ഈ കാണുന്നത്. അടുത്തായിട്ട് ഇതിൻ്റെ ട്രിബിളാണ്. നമ്മൾ ഇതിനുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഡിഫോൾട്ടായിട്ട് നിൽക്കും. നമ്മൾ ട്രിബിൾ എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൂട്ടണം. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ബേസ് വരുന്നത്. ഇത് ട്രിബിൾ നമുക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ പ്ലസ് മൈനസ് ഇത് കൊടുത്തിരിക്കുന്നു. പിന്നെ വോളിയം പ്ലസ് മൈനസ് പാട്ട് നെക്സ്റ്റ് ചെയ്യാനുള്ളതായിട്ട് ബട്ടൺ. പിന്നെ വന്നിരിക്കുന്നത് ഈ ബേസാണ്. ബേസിൻ്റെ പ്ലസ് മൈനസാണ് ഈ 2 കൊടുത്തിരിക്കുന്നത്. ഈ ബേസ് കൂട്ടാണെങ്കിൽ നമുക്ക് സബ്വൂഫറിൻ്റെ ബേസും കൂടും. അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ ബേസ് കൂടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് ഇതിനകത്ത് കാണിക്കുന്ന ഏകദേശം നമ്മൾ ഉപയോഗിക്കുന്ന ലെഫ്റ്റ് റൈറ്റ് സ്പീക്കറിലേക്ക് എത്രത്തോളം ബേസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കറക്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഈ കൺട്രോളിൽ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബേസ് സബ്വൂഫറിലേക്ക് കൂട്ടാനും കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ വന്നിരിക്കുന്നത് മോഡാണ്. ഈ മോഡ് പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുപോലെ ബോക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് വിചാരിക്കുന്നു. കോയാക്സിൽ അതുപോലെ തന്നെ ഓരോന്ന് മാറി മാറി ഞെക്കുന്തോറും ഒപ്റ്റിക്കൽ, FM, ബ്ലൂടൂത്ത്, ഓക്സ് ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. ARC ആയിട്ട് എഴുതി കാണിക്കും. ഇത്രയൊക്കെയാണ് ഈ മോഡിൽ വരുന്നത്. പിന്നെ മൈക്കിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത്. പിന്നെ അടുത്തൊരു സ്വിച്ച് വന്നിരിക്കുന്നത് എക്കോ ആണ്. നമുക്ക് മൈക്ക് കണക്ട് ചെയ്ത് മൈക്കിൻ്റെ വോളിയം കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ എക്കോ ഡിലേ എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടാനും കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈക്വലൈസറാണ്. ഈക്വലൈസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയാവുന്നതാണ്. ഇതുപോലെ റോക്ക്, ജാസ്, പോപ്പ് അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇത് നോർമലി ഇടേണ്ടതാണ് നല്ലത്. കാരണം വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഓൾറെഡി എല്ലാം സെറ്റാക്കി വെച്ചാണ് അതിന് ഈക്വലൈസറിൻ്റെ ഓൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇത്രയൊക്കെയാണ് റിമോട്ടിൻ്റെ ഫംഗ്ഷനും വരുന്നത്. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബുക്ക് ഷെൽഫാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 6 ഇഞ്ചിൻ്റെ ഊഫർ, അതുപോലെ തന്നെ ഒരു ഡോം ട്യൂട്ടറാണ് കൊടുത്തിരിക്കുന്നത്. 2 ബോക്സിലും സെയിം തന്നെയാണ്. പിന്നെ കൊടുത്തിരിക്കുന്നത് നമ്മൾ 2 സബിന് പകരം ഒരു സബ് ഊഫറാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കടയിൽ സ്ഥിരം ഉപയോഗിക്കുന്ന സോണിയുടെ 12 ഇഞ്ച് സബ് ഊഫറാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ
പെൻഡ്രൈവ് വഴിയാണ് നമ്മൾ പാട്ട് പ്ലേ ചെയ്തിരിക്കുന്നത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ടി വിന്ന് ARC വഴിയാണ് കൊടുത്തിരിക്കുന്നത്. ആംപ്ലിഫയറിൽ ARC ഓണാക്കി, അതുപോലെ തന്നെ ടി വിയിൽ ARC ഓണാക്കി. നമുക്കിനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം.
ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും കേട്ടിരിക്കും, അതുപോലെ തന്നെ ഇൻറ്റീരിയലും കണ്ടിരിക്കും. ഓഡിയോ ക്വാളിറ്റിക്കുള്ള പ്രത്യേകത ചില സമയത്ത് നമ്മൾ നിങ്ങൾക്കറിയാലോ വീഡിയോ മൊബൈലിൽ എടുക്കാറുണ്ട്, ചിലപ്പോൾ DSLR എടുക്കുന്നുണ്ട്, ചിലപ്പോൾ TV നിന്ന് ഇൻപുട്ട് ബ്ലൂടൂത്ത് വഴി പെൻഡ്രൈവ് വഴി ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ അതിനുള്ള ചെറിയ ചെറിയ വേരിയേഷനുകൾ ഉണ്ടാവും. അതിലെന്തെങ്കിലും തെറ്റുകുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മൾ മൊബൈലിൽ കേൾക്കുന്ന പോലെ അല്ല ഏകദേശം നേരിട്ട് കേൾക്കുന്നത്. അത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഡയറക്റ്റ് വന്നാൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. അടുത്തായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ ഡീറ്റെയിലുകളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. അതിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് എന്തൊക്കെ ബോർഡുകൾ ഉപയോഗിച്ചിരിക്കുന്നു, എന്തൊക്കെ ഇൻപുട്ടുകൾ ഔട്ട്പുട്ടുകൾ ഇതിൻ്റെ വില വിവരങ്ങളെല്ലാം എഴുതാറുണ്ട്. നിങ്ങൾ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മാക്സിമം വാട്സപ്പ് ചാറ്റ് ഒഴിവാക്കി ഡയറക്റ്റ് കോൾ വിളിക്കാൻ ശ്രമിക്കുക. കോൾ വിളിച്ച് എനിക്ക് യാതൊരു ശല്യമില്ല. ചാറ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ അവർക്ക് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.